ഗ്ലാസസ് ഫുഡ് ബുക്ക് നമുക്ക് ബീഫ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തേക്കുന്നതാണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 4 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ബീഫിൽ 70% ഇപ്പോൾ കുക്കറിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം. ബാക്കി നമ്മൾ മസാലയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കും. പിന്നെ ദമ്മിലിട്ടിട്ടാണ് ബാക്കി വേവാവേണ്ടത് കേട്ടോ. പിന്നെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 4 കപ്പ് 250 ml കപ്പിൽ 4 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. നമുക്ക് ഇറച്ചി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 പച്ചമുളക്, 12 അല്ലി വെളുത്തുള്ളി, ഇതുപോലത്തെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഇതിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ബീഫിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായില്ല. പക്ഷേ അതേ കണ്ടില്ലേ, അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ബീഫ് മസാല റെഡിയാക്കി എടുക്കാം. നമ്മൾ ബീഫ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചോറും ദമ്മിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു പാത്രമാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 4 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ബീഫിലേക്കുള്ള സവാളയൊക്കെ വാടി വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം. ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാ ബിരിയാണികൾക്കും പറ്റിയിട്ടുള്ള, എല്ലാ മസാലകൾക്കും പറ്റിയിട്ടുള്ളൊരു ബിരിയാണി റൈസാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ചോറ് വെച്ചിട്ട് നമുക്ക് ചിക്കനോ മട്ടനോ ബീഫോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിളോ ഏത് മസാല വെച്ചിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു ചോറാണത്. ഇതിലേക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയും നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മുന്തിരിയും 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സവാള പൊരിച്ച് വരെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞേക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കോരെടുക്കാം. ഇതിലേക്ക്
2 ബേ ലീവ്സ്, അതായത് കറുകല, അതിട്ട് കൊടുക്കാം. 2 കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു 4 ഏലക്ക, ഒരു 10 കുരുമുളകും, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ബസ്മതി റൈസ് ആയതുകൊണ്ട് 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 4 കപ്പ് ബസ്മതി റൈസിന് കറക്റ്റ് 8 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ചോറ് ഏതരിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ബസ്മതി റൈസ് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസിൽ ചെയ്യാം, ജീരകശാല റൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം എടുക്കണം. അതേസമയത്ത് നിങ്ങൾ ജീരകശാല അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് മുതൽ 1.25 കപ്പ് വെള്ളം വരെ ജീരകശാല അരിക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൽക്കുള്ള സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ പശുവും പാലാണ് കേട്ടോ ചേർത്തേക്കുന്നത്, തേങ്ങാപ്പാലൊന്നുമല്ല. നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ. പാലൊഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പുതിനയിലയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നിറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫിലത്തെ ചാറൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ബീഫിലത്തെ ചാറ് കുറച്ച് വറ്റി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ചോറ് ദം ചെയ്തിട്ട് ഈ മസാല വേറെ ചോറ് വേറെ വേണമെന്നുണ്ടെങ്കിൽ വിളമ്പണമെങ്കിൽ അങ്ങനെ അങ്ങനെ വിളമ്പാട്ടോ. അതല്ല ഈ ചോറ് ഈ മസാലയുടെ മുകളിലിട്ടിട്ട് നമ്മൾ ദം ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ചോറ് ഈ ഒരു മസാലയുടെ മുകളിലിട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ ബീഫിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഏറ്റവും അവസാനം ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ബീഫ് മസാല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ചെറിയ കുഴഞ്ഞിരിക്കുന്നൊരു പരിവായിരിക്കും വേണ്ട ദം ചെയ്യേണ്ടത്. ലെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചോറെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൈനാപ്പിൾ എസൻസ് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ പൈനാപ്പിൾ എസൻസ് കൂടരുത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ചോറിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ എസൻസും പാലിൻ്റെയും ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് കൂടരുത് കേട്ടോ. പൈനാപ്പിൾ എസൻസിന് പകരം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ അതിൻ്റെ മുകളിലാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയൊരു ദോശത്താവ എടുക്കുക. അത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബിരിയാണി വെച്ച് കൊടുക്കുക. ഈ ദോശത്താവ ശരിക്കും നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിടുക. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു 6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കട്ടെ. നന്നായിട്ട് മുള്ളിലേക്ക് കാവി വന്നിട്ടുണ്ട്. ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? ചോറിന് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോറിന് തന്നെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതേപോലെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.